ഹായ്, ഐ ആം ഷമീറ്റ്. ഞാൻ ഒരു റിലയൻസ് സ്റ്റുഡൻ്റാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത്ര കോൺഫിഡൻസ് ആയിരുന്നില്ല എൻ്റെ ശരിക്കും റിസൾട്ടിൽ. ബട്ട് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് റിസൾട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അറ്റ് ദാറ്റ് ടൈം വെൻ ഐ ആം സ്റ്റക്ക്, ആ ഒരു ഫ്രീസായ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എൻ്റെ ഓഫീസിൽ എല്ലാവരും ചുറ്റിലുണ്ടായിരുന്നു. ഞാൻ കുറേ ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞാൻ റിസൾട്ട് നോക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ടെൻഷനും പിന്നെ ആർട്ടിക്കൽഷിപ്പ് ജോയിൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അതിൻ്റേതായ കുറേ സാറും അങ്ങനെ കുറേ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ബട്ട് റിസൾട്ട് വന്നപ്പോൾ ഐ എം വെരി ഹാപ്പി. അലയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന വെച്ചാൽ അവരുടെ ഫാക്കൽറ്റി പൂൾസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈവൻ ദോ ഇപ്പോൾ സ്റ്റഡി ക്യാബ് സെഷൻ പോലും ക്ലാസ് കഴിഞ്ഞാൽ പോലും, ഈവൻ ദോ ആ ഗ്രൂപ്പിൻ്റെ ഒരു ഫുൾ സ്ട്രെച്ച് ക്ലാസ് കഴിഞ്ഞാൽ പോലും ഒരു സ്റ്റഡി ലീവിന് എനിക്ക് ഈവൻ ദോ അവിടുത്തെ ക്ലാസ് റൂം അവൈലബിൾ ആക്കി തന്നു. എനിക്കൊരു ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതിനുപരി ഒരു ക്ലാസ് റൂമിൽ നിന്ന് പഠിച്ച് ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു ഫെസിലിറ്റി എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിൽ അലയൻസ് എനിക്ക് ഐ എം വെരി താങ്ക്ഫുൾ ടു ദാറ്റ്. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ അക്ഷയ് സാർ, സഞ്ജയ് പ്രഭു സാർ, ദേ ആർ ദ ബെസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. അക്ഷയ് സാർ ആണെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് ടൈമായി ഒരു എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് ഒരു വിഷയങ്ങളെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ടുമായിട്ട് അക്ഷയ് സാറിൻ്റെ അടുത്ത് പോയപ്പോൾ അക്ഷയ് സാർ, ഞാൻ ശരിക്കും വിചാരിച്ചതൊരു വിത്തിൻ 1 വീക്ക് അക്ഷയ് സാർ അത് ഏതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചാർട്ട് ഒരു 1 വീക്കിനുള്ളിൽ തരുമെന്ന്. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു 9 മണിക്ക് ഇറങ്ങി തിരിച്ച് ഹോസ്റ്റലിലെത്തി ഒന്ന് റിലാക്സ് ചെയ്ത് വരും. ഒന്ന് ബുക്കിന് മുമ്പിൽ ഇരിക്കുന്നത് തന്നെ അക്ഷയ് സാർ പേഴ്സണലായിട്ടും ഗ്രൂപ്പിലായിട്ടും ഏതൊക്കെ ക്വസ്റ്റ്യൻ എക്സാമിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ക്രാക്ക് ചെയ്യണം, എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെ, അത് അക്ഷയ് സാർ കംപ്ലീറ്റ്ലി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് ആ ടൈം ഉണ്ടായ ഫീൽ എന്ന് വെച്ചാൽ അവർ ഈവൻ ദോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാലും അവർ നമ്മുടെ കൂടെ തന്നെയുള്ളൊരു ഫീലായിരുന്നു അറ്റ് ദാറ്റ് ടൈം. സോ ഇപ്പോൾ ഈവൻ ദോ സഞ്ജയ് സാറ് ക്ലാസ് ആണെങ്കിൽ എക്സാം ടൈമിൽ ആ ഒരു ടൈം നമുക്ക് എന്താ പറയുക, ചില ക്വസ്റ്റ്യൻ സ്റ്റക്കായിരിക്കുന്നത് സാർ അത് എങ്ങനെയാണ് എടുത്തു, സാറിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്. അത് ആ ഒരു സാറിൻ്റെ എക്സ്പ്രഷനും സാറിൻ്റെ ഒരു വേ ഓഫ് പറഞ്ഞു തരലും അതൊക്കെയാണ് ആ സമയത്ത് ഓർമ്മ വന്നത്. ആൻഡ് ദാറ്റ് ഓൾസോ വെരി ഹെൽപ്ഫുൾ ടു ക്രാക്ക് മൈ എക്സാം. ഈവൻ ദോ ക്ലാസ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റൂ, അല്ലാതെ നമുക്ക് അവിടെ പഠിക്കാൻ പറ്റൂല. അതിനിപ്പോൾ ഈവൻ ദോ ഫാക്കൽറ്റീസ് ആണെങ്കിൽ 5:30 വരെ ഇരുന്ന് ക്ലാസ് ഈവൻ ദോ 5:30 6 o'clock കഴിഞ്ഞാൽ അവർ പോകും. ബട്ട് അതിന് ശേഷവും നമ്മളവിടെ ഇരുന്ന് പഠിക്കേണ്ട ആൾക്കാരാണ്. സോ അവിടെ ഒരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു കാമായിട്ടൊരു കാമായിട്ടൊരു അറ്റ്മോസ്ഫിയറിൽ പഠിക്കേണ്ട ഒരു കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷനും, അതായത് ഇപ്പോൾ ഈവൻ ദോ ഗ്രൂപ്പ് സ്റ്റഡി നടത്തി പഠിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിന് ആ ഒരു ഫെസിലിറ്റിയും ഈവൻ ദോ അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലും മെൻറ്റേഴ്സ് ആണെങ്കിലും അത് നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. സോ അതും എൻ്റെ എക്സാം പ്രിപ്പറേഷൻ എൻ്റെ അവിടുത്തെ ഡെയിലി റൂട്ടീൻ തന്നെ നമ്മൾ ഓരോ ദിവസം ഇത്തരം ഹവേഴ്സ് വെച്ച് പഠിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ ഒരു ഡെയിലി റൂട്ടീൻ അത് എന്നെ വല്ലാതെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിപ്പ് എന്ന് പറഞ്ഞ രീതിയിൽ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ ഡെയിലി നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ക്ലാസ് കറക്റ്റ് ഫോളോ ചെയ്യുക, മെയിൻലി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സോ ഈവൻ ദോ നമ്മൾ വി ഹാവ് 6 സബ്ജക്റ്റ്. സോ ഈ ഒരു സബ്ജക്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സബ്ജക്റ്റ് വരും. സോ ഈ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ സെഷന് ശേഷം ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ നമ്മൾ ഹ്യൂമൻസ് ആകുമ്പോൾ നമുക്ക് മറന്നു പോകും. സോ അറ്റ് ദാറ്റ് ടൈം അതൊക്കെ ക്രാക്ക് ചെയ്യാൻ നമ്മളൊരു പ്രോപ്പർ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം. അത് നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് തന്നെ നമ്മുടെ ഒരു എഫേർട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ട്സ് ആണെങ്കിൽ അത് ഇറ്റ് വിൽ ബി ബെറ്റർ. സോ അത് വേറൊരാൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടി നല്ല സ്വന്തമായി നമ്മളൊരു ക്ലാസ് കറക്റ്റായി ഫോളോ ചെയ്യുക, അന്നത്തെ സെഷൻസ് അന്ന് തന്നെ ഒരു നല്ല രീതിയിൽ മനസ്സിലാക്കുക, എന്നിട്ട് അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്കത് ഫ്യൂച്ചറിലും വേറൊരാൾക്ക് ഈവൻ ദോ ഒന്ന് പ്രൊവൈഡ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഒരു CA കുട്ടിക്ക് അലയൻസിനെ റെക്കമെൻഡ് ചെയ്യും? ഓഫ്കോഴ്സ്. കാരണം ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന മെൻറ്റേഴ്സ് ആവട്ടെ, ഫാക്കൽറ്റി പൂൾ ആവട്ടെ, ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഇൻ മൈ ഒപ്പീനിയൻ. സോ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യും.